തനിക്ക് മേയർ പദവി ലഭിച്ചത് ലത്തീൻ സഭയുടെ ഇടപെടലിനെ തുടർന്നെന്ന് കൊച്ചി മേയർ വി കെ മിനിമോൾ. തനിക്കായി സഭാപിതാക്കന്മാർ സംസാരിച്ചെന്ന് വി കെ മിനിമോൾ പറയുന്നു. ഞാനിന്നിവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അത് ലത്തീൻ സമുദായത്തിൻ്റെ ഒരു ഉറച്ച ശബ്ദം സമുദായത്തിന് വേണ്ടി ഈ സമൂഹത്തിൽ ഉയർന്നതിൻ്റെ തെളിവാണ് എൻ്റെ ഈ കൊച്ചി മേയർ എന്ന പദവി എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ്. പലപ്പോഴും അർഹതയ്ക്കപ്പുറമുള്ള പല കാര്യങ്ങളും പല സ്ഥാനങ്ങളും തീരുമാനിക്കുമ്പോൾ അതിലേക്ക് ഒരു ശബ്ദമുയർത്താൻ നമ്മളുടെ സംഘടനാ ശക്തി സാധിച്ചു എന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവാണ്. എനിക്കറിയാം, എല്ലാ പിതാക്കന്മാരും എനിക്ക് വേണ്ടി പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയാം. നിതിൻ അംബുജൻ വിവരങ്ങളുമായി. നിതിൻ, ദീപ്തി മേരി വർഗീസിന് മേയർ പദവി നിഷേധിക്കപ്പെട്ടതിൽ ലത്തീൻ സഭയുടെ ഇടപെടലുണ്ട് എന്ന അന്നേ ആരോപണം ഉണ്ടായിരുന്നതാണ്. ഏതെങ്കിലും തരത്തിൽ അത് സ്ഥിരീകരിക്കപ്പെട്ടിരുന്നില്ല. ഇതിപ്പോൾ മേയർ തന്നെ ആ ഇടപെടലിലാണ് തനിക്ക് മേയർ സ്ഥാനം കിട്ടിയത് എന്ന് ഒരു പൊതുവേദിയിൽ സ്ഥിരീകരിക്കുകയാണ് നിതിൻ. ഹാഷ്മി, ലത്തീൻ സമുദായം നേരത്തെ തന്നെ കൊച്ചിയിലെ മേയർ സ്ഥാനവുമായി ബന്ധപ്പെട്ട് പദവി വേണമെന്നൊരു ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് 3 പേരുകൾ, പ്രധാനമായും ദീപ്തി മേരി വർഗീസ്, അതോടൊപ്പം തന്നെ വി കെ മിനിമോൾ, ഷൈനി മാത്യു, ഈ 3 പേരായിരുന്നു ചർച്ചയിലുണ്ടായിരുന്നത്. ഇതിൽ വി കെ മിനിമോളിനും അതോടൊപ്പം തന്നെ ഷൈനി മാത്യു എന്നീ പേരുകൾക്കാണ് കൗൺസിലർമാർക്കിടയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടതും. പിന്നീട് വി കെ മിനിമോളിനെ മേയറായി തെരഞ്ഞെടുക്കുകയും ചെയ്തിരുന്നു. KPCയുടെ മാനദണ്ഡ പ്രകാരമല്ല, അല്ലെങ്കിൽ അത് അട്ടിമറിക്കപ്പെട്ടു എന്നുള്ള പരാതി ഇതിനകം തന്നെ ദീപ്തി മേരി വർഗീസ് നേതൃത്വം കൊടുത്തിരുന്നു. എന്തായാലും ആ ഒരു ചർച്ചകളൊക്കെ നടന്നിരുന്നു. ഇതിനിടയിലാണ് പ്രതിപക്ഷ വി ഡി സതീശനും ഇത്തരത്തിലൊരു മേയർ പദവിയോ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ സംഘടനാ പദവിയോ എടുക്കുന്നതിൽ ഒരു ബാഹ്യ ഇടപെടലോ അല്ലെങ്കിൽ സാമുദായിക ഇടപെടലോ ഉണ്ടായിട്ടില്ലെന്ന് നേരത്തെ പ്രതികരിച്ചു. പക്ഷേ ഇതിനെല്ലാം ഇടയിലാണ് ഇപ്പോൾ മേയർ വി കെ മിനിമോൾ തന്നെ ഈ സഭയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരു വ്യക്തത വരുത്തിയിരിക്കുന്നത്. മേയർ പദവിക്കായി സഭ ഇടപെട്ടു എന്ന് തന്നെയാണ് വി കെ മിനിമോൾ ഇന്ന് അറിയിച്ചിരിക്കുന്നത്. തനിക്ക് മേയർ പദവി ലഭിക്കാൻ ലത്തീൻ സഭ ഇടപെട്ടു എന്നാണ് ഇപ്പോൾ ഒരു പൊതുവേദിയിൽ തന്നെ മേയർ ഇപ്പോൾ സംസാരിച്ചിരിക്കുന്നത്. കൊച്ചി മേയർ പദവി തനിക്ക് ലഭിക്കാൻ പിതാക്കന്മാർ സംസാരിച്ചു. പദവികൾ തീരുമാനിച്ചപ്പോൾ സംഘടനാ ശക്തി കാണിക്കാൻ സാധിച്ചു. അതോടൊപ്പം തന്നെ സഭയിൽ നിന്ന് ശബ്ദമുയർത്തിയതിന് ഉത്തരം ലഭിച്ചിട്ടുണ്ടെന്നും വി കെ മിനിമോൾ ഇപ്പോൾ ഈ ഒരു പരിപാടിയിൽ ഇപ്പോൾ പ്രസംഗിച്ചിരിക്കുകയാണ്. എന്തായാലും നേരത്തെ സൂചിപ്പിച്ചപ്പോൾ തന്നെ വി ഡി സതീശൻ ഉൾപ്പെടെയുള്ളവരെല്ലാം തന്നെ പറഞ്ഞൊരു ബാഹ്യ ഇടപെടൽ ഉണ്ടായിട്ടില്ല. പക്ഷേ അത്തരത്തിലല്ലായിരുന്നു കാര്യങ്ങൾ. പ്രത്യേകിച്ചും 47 കൗൺസിലർമാർ വിജയിച്ച് അതിനുശേഷം പിന്നീട് 18ഓളം പേരുടെ ലത്തീൻ സമുദായത്തെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ കോർപ്പറേഷനുള്ളത്. ഇതിനിടയിലാണ് ഇപ്പോൾ വി കെ മിനിമോളിന് ഈ ഒരു ചർച്ചയിലൂടെ അല്ലെങ്കിൽ മേയർ സ്ഥാനത്തേക്ക് ലത്തീൻ സമുദായത്തെ പ്രതിനിധീകരിച്ച് ഒരു ആളെ തിരഞ്ഞെടുക്കണമെന്നൊരു ആവശ്യം മുന്നോട്ട് വെക്കുകയും ചെയ്തു. അതിനിടയിലാണ് ഇപ്പോൾ ലത്തീൻ സമുദായത്തിൽ തന്നെ വി കെ മിനിമോളിനെ തിരഞ്ഞെടുത്തതിൽ സഭ ഇടപെട്ടു എന്നുള്ള ഒരു പ്രതികരണം മിനിമോൾ തന്നെ നടത്തിയിരിക്കുന്നത്. ഓക്കെ, ഇന്ന് തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ ജനാധിപത്യത്തിൽ ജനം വോട്ട് ചെയ്യുന്നതാണ്. ഏതെങ്കിലും മതക്കാരോ ഏതെങ്കിലും സഭക്കാരോ മാത്രം വോട്ട് ചെയ്ത് കിട്ടുന്ന വോട്ടല്ല, എല്ലാവരുടെയും വോട്ടാണ്. ആ വോട്ടിൽ കൂടി വരുന്ന ജനപ്രതിനിധിക്ക് ആ പദവി കൊടുക്കുന്നത് ജനമാണ്. അത് സഭ തന്ന പദവിയാണ് എന്ന് ഒരു ജനപ്രതിനിധി തന്നെ യോഗത്തിൽ പറയുന്ന സ്വന്തം മെറിറ്റിലല്ല, അത് സഭയുടെ എന്താണ് ഈ പറയുന്ന കാര്യങ്ങൾ പറഞ്ഞ് സ്വാധീനത്തിൽ കിട്ടിയ പദവിയാണെന്ന് ആ മേയർ തന്നെ പറയുന്നത് ഗുണകരമാണോ എന്ന് ബന്ധപ്പെട്ടവർ ആലോചിക്കട്ടെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.